ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സ്വീറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അതായത് മുതിർന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടായിട്ടാണല്ലോ ക്യാരറ്റ് ഹൽവ. അപ്പോൾ അത് തന്നെ ആവട്ടെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ക്യാരറ്റ് ഞാൻ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. അത് അതിന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി ഞാനൊരു ചെറിയ ഉരുളിയാണ് എടുക്കുന്നത് ഇത് വേവിക്കാനായിട്ട്. ഉരുളി അടപ്പത്ത് വെച്ച് അതിലേക്ക് ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ചിലപ്പോൾ ഓവറായിട്ടായാൽ നമുക്ക് ചിലപ്പോൾ പിടിച്ചു വരില്ല അത്. അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. നമുക്ക് നെയ്യിന് പകരം ഉണ്ടല്ലോ ബട്ടർ, സോൾട്ടഡ് ബട്ടറോ പ്ലെയിൻ ബട്ടറോ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് വേവിക്കുക ഇളക്കിയിട്ട്. അതിനുശേഷം ഇത് വേവാൻ ആവശ്യമുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ കണ്ടില്ലേ, ക്യാരറ്റിൻ്റെ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം പാൽ ഒഴിച്ചു കൊടുക്കാൻ. ഇത് നന്നായി ഇളക്കി ആ പാലൊക്കെ ഒന്ന് തിളച്ച് വറ്റി വരുന്ന ഒരു പരിവാകുമ്പോൾ അതിലേക്ക് പഞ്ചസാര നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ക്യാരറ്റ് ഹൽവ കുട്ടികൾക്ക് കൊടുക്കുന്ന കാരണം കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ബ്രൗൺ ഷുഗറാണ് കേട്ടോ ചേർക്കുന്നത്. ബ്രൗൺ ഷുഗർ ചേർത്തപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഞാൻ ഫിൽറ്ററൊക്കെ ഇട്ട് തള്ളി മറിച്ച കാരണം ബ്രൗൺ കളറൊന്നും കാണുന്നില്ല, സാധാ ഷുഗറിൻ്റെ കളറാണ് വന്നത്. അപ്പോൾ എന്തായാലും അത് ചേർത്ത് നോക്കിയപ്പോൾ അതിൽ ആവശ്യത്തിന് മധുരം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര അതിൻ്റെ പൊടിയും കൂടി ചേർത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ശർക്കര ചേർത്തെന്ന് വെച്ചിട്ട് നമ്മുടെ ക്യാരറ്റ് ഹൽവയ്ക്ക് ശർക്കരയുടെ സ്മെല്ലൊന്നും വരില്ല കേട്ടോ, ഒരു പ്രശ്നമില്ല. അത് ചേർത്തെന്ന് വെച്ചിട്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി അതൊക്കെ ഒന്ന് ശർക്കരയും പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന ഒരു പരിവുണ്ടല്ലോ, അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യും കൂടി ചേർക്കുക. അത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. നെയ്യും കൂടി ചേർത്ത് നന്നായി ഇളക്കിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാരറ്റ് ഹൽവ എന്ന് പറഞ്ഞാൽ ഒന്നാമത് മധുരമയാണല്ലോ. അപ്പോൾ അതിൻ്റെ നമുക്കൊരു മട്ടിപ്പ് ഉണ്ടാവാതിരിക്കാൻ ഒന്ന് ആ മധുരം ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് നന്നായി ഇളക്കുക. ലാസ്റ്റായിട്ട് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ചേർക്കുക. ഏലക്കായ പൊടിച്ചത് കുറച്ചധികം ഇരുന്നോട്ടെ കേട്ടോ, നല്ലൊരു സ്മെല്ല് നല്ലോണം വരാൻ. കാരണം ഈ ഒരു സ്മെല്ല് വരുന്ന കാരണം കൊണ്ടാണ് നമ്മളുടെ ആ ശർക്കരയുടെ ആ ഒരു സ്മെല്ലൊന്നും നമുക്ക് ക്യാരറ്റ് ഹൽവ കഴിക്കുമ്പോൾ വരാതിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കണ്ടില്ലേ, ഇനി നമ്മളുടെ ഈ ക്യാരറ്റൊക്കെ ഇങ്ങനെ പഞ്ചസാരയൊക്കെ ചേർത്ത് ഇങ്ങനെ ഒട്ടിയൊട്ടിരിക്കുന്ന പരിവാകുമ്പോൾ നമ്മളുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും. ഇനി അത് വറുത്തിടാം. ഞാൻ ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ സീഡും കപ്പലണ്ടി ഉണ്ടല്ലോ തൊലി കളഞ്ഞ് അതും കൂടി ചേർത്തൊന്ന് വറുത്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കാഷ്നട്ടോ കിസ്മിസോ ഒക്കെ ചേർത്ത് നമുക്ക് വറുത്തിടാവുന്നതാണ്. ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനിയൊന്നുമില്ല, നമുക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചെയ്ത പോലെ ഒരു പ്ലേറ്റിലേക്ക് വേറൊരു പാത്രത്തിൽ ഒരു ബൗളിലോ ക്യാരറ്റ് ഹൽവ ഇട്ടത് അതുപോലെ കമത്തി കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയിൽ നമുക്കത് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് ആയിട്ടുള്ള നമ്മളെ ഡെസേർട്ടായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഈ ഒരു ശർക്കര ചേർത്ത കാരണം കൊണ്ട് നല്ല കളർഫുള്ളായിരുന്നു കേട്ടോ ക്യാരറ്റ് ഹൽവ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.